ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് വീഴ്ചയിൽ ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തി ഹൈക്കോടതി. ദേവസ്വം ബോർഡിന്റെ വീഴ്ച ഒറ്റപ്പെട്ടതല്ലെന്ന് ഹൈക്കോടതി. ബോർഡിന്റെ അക്കൌണ്ടിംഗ് ഭരണ സംവിധാനങ്ങളിൽ വീഴ്ച ആഴത്തിൽ വേരോടി. ബോർഡ് സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യതയില്ല. ഗുരുതര വീഴ്ചകൾ ദേവസ്വം ബോർഡിനെ ഗുരുതരമായി ബാധിക്കുന്നു. നിയമം പാലിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കഴിയുന്നില്ലെന്നും ഇടക്കാല ഉത്തരവിൽ ദേവസ്വം ബെഞ്ചിന്റെ വിമർശനം. ബോർഡിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞാണ് ഹൈക്കോടതിയിൽ ഓഡിറ്റർ റിപ്പോർട്ട് സമർപ്പിച്ചത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ദേവസ്വം ബോർഡിന് രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? അതോടൊപ്പം തന്നെ ഹൈക്കോടതി ഈ വീഴ്ചകളൊക്കെ പരിഹരിക്കാനായി കർശന നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ. ശ്രീ, വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞാണ് ഓഡിറ്റർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ബോർഡിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളിൽ പൊരുത്തക്കേടുണ്ട് എന്നാണ് ഓഡിറ്റർ വ്യക്തമാക്കിയിരിക്കുന്നത്. ദേവസ്വം ബോർഡ് വീഴ്ചകൾ പുതിയ കാര്യമല്ല എന്നുള്ള വിമർശനമായിരുന്നു ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. 2010 മുതലുള്ള കണക്കുകൾ വ്യക്തതയില്ല. അതുപോലെ ജീവനക്കാർക്ക് ഏത് ജീവനക്കാരനാണ് വീഴ്ച വരുത്തിയത് എന്നുള്ള കാര്യത്തിൽ കൃത്യതയില്ല. അതുപോലെ കരാറുകാർക്ക് നൽകാനുള്ള തുകയുടെ വിവരങ്ങളെ പറ്റിയും കൃത്യതയില്ല. തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് ഓഡിറ്റർ കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. തിരിച്ചറിയപ്പെടാത്ത നിരവധി അക്കൗണ്ടുകൾ ഉണ്ടെന്ന് ഓഡിറ്റർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ അക്കൗണ്ട് തയ്യാറാക്കുന്നതിൽ 3 വർഷത്തെ കാലതാമസമുണ്ട്. ഇടപാടുകളുടെ കൃത്യത പരിശോധിക്കുന്നതിന് കാലതാമസം തടസ്സമാണ്. വീഴ്ച വരുത്തുന്ന ജീവനക്കാരെ കണ്ടെത്താനാകുന്നില്ല തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഓഡിറ്റർ കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ ഓഡിറ്റിംഗ് കൃത്യമാക്കാൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിൽ തന്നെ കൃത്യമായ ഒരു സോഫ്റ്റ്വെയർ വേണം. അതിൽ ഓഡിറ്റിംഗ് ഉണ്ടാകണം. ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം വ്യക്തമാകുന്ന തരത്തിൽ, ബില്ലിംഗ് ഉൾപ്പെടെയുള്ള ട്രാൻസാക്ഷൻ വ്യക്തമാകുന്ന തരത്തിൽ അതിൽ രേഖപ്പെടുത്താൻ കഴിയണം. ബാക്കപ്പ് ഫയലുകൾ ഉണ്ടാകണം. മുൻവർഷത്തെ കണക്കുകൾ കൃത്യമായി അതിൽ ആഡ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഈ ഒരു ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. ഭരണ നിർവഹണത്തിനും അക്കൗണ്ടിങ്ങിനും കേന്ദ്രീകൃത കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനം വേണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. വിവരങ്ങൾ ക്രമീകരിക്കാനും തെറ്റുതിരുത്താനും ഡാറ്റ മൈഗ്രേഷൻ പ്ലാൻ വേണം. ഇത് ഈ ദേവസ്വം ബോർഡിന്റെ സംവിധാനത്തിന് അനുയോജിക്കുന്ന തരത്തിലുള്ള ഒരു അക്കൗണ്ടിംഗ് വീഴ്ചയിൽ ദേവസ്വം ബോർഡിന് രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വീഴ്ചകൾ പരിഹരിക്കുന്നതിന് കോടതിയുടെ ഭാഗത്തു നിന്നും കർശന നിർദ്ദേശങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഇന്നിപ്പോൾ